ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന എന്നാണ് സ്ഥാപിതമായത്? 1948 ഏപ്രിൽ 7. ഏതു വർഷം മുതലാണ് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആഘോഷിക്കുവാൻ തുടങ്ങിയത്? 1950 മുതൽ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ്. ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാണ്? ജൂലൈ 1. ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്ന ജൂലൈ 1 ആരുടെ ജന്മദിനമാണ്? BC റോയ്. ആരോഗ്യവാനായ ഒരാളുടെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? 120/80 മില്ലിലിറ്റർ ഓഫ് മെർക്കുറി. ഭയം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏത്? അഡ്രിനാലിൻ. രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്? പ്ലീഹ. വെളുത്ത രക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനയ്ക്ക് കാരണമാകുന്ന രോഗം ഏത്? ലുക്കീമിയ അഥവാ രക്താർബുദം. എത്രയാണ് മനുഷ്യൻ്റെ ശരാശരി ഹൃദയമിടിപ്പ്? മിനിറ്റിൽ 72 തവണ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? കരൾ. ഔഷധങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് എന്താണ്? പെൻസിലിൻ. മാറ്റിവെക്കപ്പെട്ട ആദ്യ മനുഷ്യ അവയവം ഏത്? വൃക്ക. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ഏത്? സെറിബെല്ലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഓക്സിജൻ. കോശം കണ്ടെത്തിയത് ആര്? റോബർട്ട് ഹുക്ക്. വാക്സിനേഷൻ കണ്ടെത്തിയത് ആര്? എഡ്വേർഡ് ജെന്നർ. ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സാമുവൽ ഹാനിമാൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏത്? പല്ലുകളിലെ ഇനാമൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? രാജകുമാരി അമൃത് കൗർ. ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ എത്രയാണ്? 6. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്, ചൈനീസ്, അറബിക്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. രക്തം കട്ടപിടിക്കാൻ കാലതാമസം എടുക്കുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. ശരീരത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. ജലദോഷത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? റൈനോ വൈറസ്. വിറ്റാമിൻ സിയുടെ രാസനാമം എന്ത്? അസ്കോർബിക് ആസിഡ്. WHO-യുടെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. മനുഷ്യന് എത്ര ക്രോമസോമുകൾ ഉണ്ട്? 23 ജോഡി. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? കൺപോളയിലെ പേശി. ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്?
തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏത്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. BCGയുടെ പൂർണ്ണരൂപം എന്താണ്? ബാസിലസ് കാൽമെറ്റിഗോറിൻ. വിറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? സ്കർവി. DTP അഥവാ ട്രിപ്പിൾ ആൻറ്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിനാണ്? ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? കരൾ. അമിത മദ്യപാനം മൂലമുണ്ടാകുന്ന മാരകമായ കരൾ രോഗം എന്താണ്? ലിവർ സിറോസിസ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന നേത്രരോഗം? നിശാന്തത. രക്തചംക്രമണം കണ്ടുപിടിച്ചതാര്? വില്യം ഹാർവി. ജനനം മുതൽ മരണം വരെ ഒരേ വലുപ്പത്തിൽ തുടരുന്ന മനുഷ്യ അവയവം ഏത്? നേത്രഗോളം. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിജയവാഡ, ആന്ധ്രാപ്രദേശ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഏത്? പീനിയൽ ഗ്രന്ഥി. ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്ത. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഗ്രിഗർ മെൻഡൽ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയതാര്? ക്രിസ്ത്യൻ ബർണാഡ്, 1967. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24. മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. വൈറസ് കണ്ടുപിടിച്ചത് ആരാണ്? ദിമിത്രി ഇവാനോവിസ്കി, 1862. ഓറൽ പോളിയോ വാക്സിൻ വികസിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് ബ്രൂസ് സാബിൻ. കേരള ആരോഗ്യ വകുപ്പിൻ്റെ അവയവദാന പദ്ധതിയുടെ പേരെന്ത്? മൃതസഞ്ജീവനി. കെരാറ്റോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? കണ്ണ്. വൈഡൽ ടെസ്റ്റിലൂടെ സ്ഥിരീകരിക്കുന്ന രോഗം? ടൈഫോയിഡ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം? പാർക്കിൻസൺസ്. കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയയെ ആദ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ? GHA ഹാൻസൺ. മാൻഡെക്സ് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ളതാണ്? ക്ഷയം. കേരള ആരോഗ്യ വകുപ്പിൻ്റെ അവയവദാന പദ്ധതിയുടെ പേരെന്ത്? മൃതസഞ്ജീവനി. കെരാറ്റോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? കണ്ണ്. വൈഡൽ ടെസ്റ്റിലൂടെ സ്ഥിരീകരിക്കുന്ന രോഗം? ടൈഫോയിഡ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം? പാർക്കിൻസൺസ്. കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയയെ ആദ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ?
GHA ഹാൻസൺ. മാൻഡെക്സ് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ളതാണ്? ക്ഷയം. 1950 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആര്? രാജ്കുമാരി അമൃത് കൗർ. ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് ആര്? പ്രഫുല്ല ചന്ദ്ര റായ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ നിലവിൽ വന്ന വർഷം ഏത്? 2005 ഏപ്രിൽ 5. ഭാരതത്തിലെ 90% കുട്ടികളിലും പ്രതിരോധ മരുന്ന് കുത്തിവയ്പ്പ് ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ഏത്? മിഷൻ ഇന്ദ്രധനുഷ്. വൈറസ് എന്ന വാക്കിൻ്റെ ലാറ്റിൻ അർത്ഥം എന്ത്? വിഷം. ആരോഗ്യമുള്ള ഒരു വ്യക്തിയിലെ രക്തത്തിൻ്റെ അളവ് എത്ര? 5 മുതൽ 6 ലിറ്റർ വരെ. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ പല്ലുകളുടെ എണ്ണം എത്ര? 32. ന്യൂമോണിയ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തെ. മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏത്? തലച്ചോറ്. മലേറിയ രോഗാണുക്കളെ കണ്ടെത്തിയത് ആര്? റൊണാൾഡ് റോസ്. ഇന്ത്യയിൽ മരുന്ന് നിർമ്മാണത്തിന് തുടക്കമിട്ട സ്ഥാപനം ഏത്? ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഓർഗൻ ഓഫ് മെഡിസിൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സാമുവൽ ഹാനിമാൻ. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. നോർമൽ കൊളസ്ട്രോളിൻ്റെ അളവ് എത്ര? ഡെസിലിറ്ററിൽ 200 മില്ലിഗ്രാമിൽ താഴെ. രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന രക്തകോശം ഏത്? ശ്വേതരക്താണുക്കൾ. രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സോഡിയം സിട്രേറ്റ്. ആസ്പിരിൻ കണ്ടെത്തിയത് ആര്? ഫെലിക്സ് ഹോഫ്മാൻ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? സർ തോമസ് ആൽബർട്ട്. ഹൃദയത്തെ പൊതിയുന്ന വസ്തുവിൻ്റെ പേരെന്ത്? പെരിക്കാർഡിയം. രക്തദാന സമയത്ത് ഒരാളിൽ നിന്നും എത്ര മില്ലിലിറ്റർ രക്തമാണ് എടുക്കുന്നത്? 300 മില്ലിലിറ്റർ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ. 2023 ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം എന്താണ്? എല്ലാവർക്കും ആരോഗ്യം. പാൻക്രിയാസിൻ്റെ ക്രമരഹിതമായ പ്രവർത്തനം മൂലമുണ്ടാകുന്ന രോഗം? പ്രമേഹം. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ്? സിലിണ്ട്രിക്കൽ ലെൻസ്. ശരീരത്തിന് ഉപകാരപ്രദമായ കൊളസ്ട്രോൾ? ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ HDL കൊളസ്ട്രോൾ. ഡെങ്കിപ്പനിയുടെ മറ്റൊരു പേരെന്ത്? ബ്രേക്ക് ബോൺ ഫീവർ. വേദന അനുഭവപ്പെടാത്ത അവസ്ഥ?
അനാൽജസിയ. BCG കുത്തിവയ്പ്പ് മൂലം നിയന്ത്രിക്കുന്ന രോഗം. ക്ഷയം അഥവാ ട്യൂബർകുലോസിസ്. ഏവിയൻ ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്ന രോഗം. പക്ഷിപ്പനി. അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി. വൈറസ്. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? പീനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏത്? നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? തൈറോയ്ഡ് ഗ്രന്ഥി. വൃക്കകളുടെ പ്രവർത്തനം നിലച്ച് ഗുരുതരാവസ്ഥയിലായ ഒരാളുടെ ജീവൻ നിലനിർത്തുവാൻ നൽകുന്ന രക്ഷാ നടപടി എന്താണ്? ഡയാലിസിസ്. ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4. ചിക്കുൻഗുനിയ എന്ന രോഗം പരത്തുന്നത് ഏതിനം കൊതുകാണ്? ഈഡിസ് ഈജിപ്തി. ലോക വനദിനം ഇൻ്റർനാഷണൽ ഫോറസ്റ്റ് ഡേ എന്നാണ്? മാർച്ച് 21. ലോക വനദിനമായി മാർച്ച് 21 ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 2012 മുതൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല? ഇടുക്കി. വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ. വനമഹോത്സവ ദിനം എന്നാണ്? ജൂലൈ 1. കേരളത്തിൽ വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? 1961. ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ഇന്ത്യൻ സംസ്ഥാനം? മധ്യപ്രദേശ്. വനഭൂമി ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഹരിയാന. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണം. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ്? കോന്നി, പത്തനംതിട്ട. ഇന്ത്യൻ വനങ്ങളെ എത്ര വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 16 വിഭാഗങ്ങളായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ? മൺസൂൺ വനങ്ങൾ. വനവൃക്ഷങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം? തേക്ക്. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? KM മുൻഷി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? റാന്നി, പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ഏതാണ്? അഗസ്ത്യവനം, തിരുവനന്തപുരം. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതം ഏത്? ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതം, മഹാരാഷ്ട്ര. ചോലക്കറുമ്പി തവള ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്?
മതികെട്ടാൻ ചോല. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേരളത്തിലെ ജില്ല ഏത്? വയനാട്. കേരളത്തിൽ ചന്ദനമരങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? മറയൂർ, ഇടുക്കി. വിദ്യാവനം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം ഏത്? 2007. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം? 1992. കണ്ടൽ വനം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? മരക്കുന്നം ദ്വീപ്, നെയ്യാർ ഡാം. കേരളത്തിൽ റിസർവ് വനം കൂടുതൽ ഉള്ള ജില്ല? പത്തനംതിട്ട. കേരളത്തിൽ റിസർവ് വനം ഏറ്റവും കുറവുള്ള ജില്ല? ആലപ്പുഴ. കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം? 1998. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? പീരുമേട്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂൺ. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം? ചെന്തുരുണി വന്യജീവി സങ്കേതം. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം സസ്യങ്ങളുടെ പേരിലാണ്? കണ്ടൽ ചെടികൾ. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം ഏത്? കരിമ്പുഴ വന്യജീവി സങ്കേതം, മലപ്പുറം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം? 1973. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ജിം കോർബറ്റ് ദേശീയോദ്യാനം, ഉത്തരാഖണ്ഡ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി, തൃശ്ശൂർ. ചിവീടുകളുടെ ശബ്ദമില്ലാത്ത കേരളത്തിലെ ദേശീയോദ്യാനം? സൈലന്റ് വാലി. കേരളത്തിൽ വനസാന്ദ്രത കൂടുതൽ ഉള്ള ജില്ല? ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെയാണ്? തെന്മല, കൊല്ലം. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം? വയനാട് വന്യജീവി സങ്കേതം. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ. കേരളത്തിൻ്റെ കടൽത്തീര സംരക്ഷണത്തിനായി വനങ്ങൾ വെച്ചുപിടിപ്പിച്ച പദ്ധതി? ഹരിതതീരം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? ചെന്തുരുണി വന്യജീവി സങ്കേതം. സ്കൂൾ കുട്ടികളുടെ സഹകരണത്തോടെ കേരളത്തെ ഹരിതാഭമാക്കാനുള്ള പദ്ധതി ഏതാണ്? എൻ്റെ മരം പദ്ധതി.
ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? മണ്ണാർക്കാട്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനങ്ങൾ? 29.1%. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ? ആമസോൺ മഴക്കാടുകൾ. പെരിയാറിനെ ടൈഗർ റിസർവ് ആയി പ്രഖ്യാപിച്ച വർഷം? 1988. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഏത്? വയനാട്. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. ലോകത്ത് വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 10ാമത്. ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള കേരളത്തിലെ ജില്ല? കണ്ണൂർ. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത്? പാമ്പാടുംചോല. വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല? ആലപ്പുഴ. കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം? 36. ലോക വനവർഷമായി ആചരിച്ച വർഷം ഏത്? 2011. തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം? 1887. കേരളത്തിൽ നിത്യഹരിതവനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം? പശ്ചിമഘട്ട മലനിരകൾ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി? കുന്തിപ്പുഴ. മംഗളവനം പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ്? എറണാകുളം. വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം? 14ാമത്. ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം ഏത്? വിയ്യാപുരം. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലിയതുമായ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ്? പെരിയാർ ടൈഗർ റിസർവ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം? നെയ്യാർ, തിരുവനന്തപുരം. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരം കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? നിലമ്പൂർ. പെരിയാറിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? 1982. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം? 2010. ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏത്? ആറളം, കണ്ണൂർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള രാജ്യം ഏത്? റഷ്യ. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? സൈലന്റ് വാലി. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട്? സുന്ദർബൻസ്.
ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. ഏത് വർഷം മുതലാണ് മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? 1993 മുതൽ. ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 14. ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്ന ഏപ്രിൽ 14 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ BR അംബേദ്കർ. വെള്ളത്തെ വെണ്ണ പോലെ പരിപാലിക്കണം എന്ന് ആദ്യം പറഞ്ഞ ദേശീയ നേതാവ്? ഗാന്ധിജി. ജലത്തിൻ്റെ ഘടകമൂലകങ്ങൾ എന്തൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ആമസോൺ. ഭൂമിയിലെ പ്രധാന ജലസ്രോതസ്സ് എന്താണ്? മഴ. ഭൂമിയുടെ എത്ര ശതമാനം ജലത്താൽ മൂടപ്പെട്ടിരിക്കുന്നു? 71%. മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനമാണ് ജലം? 60%. ജലത്തിൻ്റെ രാസസൂത്രം എന്താണ്? H2O. ജലത്തെക്കുറിച്ചുള്ള പഠനം? ഹൈഡ്രോളജി. ലോക വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. ദേശീയ വനിതാ ദിനം എന്നാണ്? ഫെബ്രുവരി 13. സരോജിനി നായിഡുവിൻ്റെ ജന്മദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനം ആദ്യമായി ആഘോഷിച്ച വർഷം ഏത്? 1975. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? നിർഭയ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1992 ജനുവരി 30. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? 1996 മാർച്ച് 3. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏത്? രാഷ്ട്രമഹിള. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം? സ്ത്രീശക്തി. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ? ജയന്തി പട്നായിക്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ? സുഗതകുമാരി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? പ്രതിഭ പാട്ടീൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ? കിരൺ ബേദി. ദേശീയ വനിതാ കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് കാരണമായ നിയമം പാസാക്കിയ വർഷം? 1990. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആര്? സുജാത മനോഹർ. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷ അംഗം? അലോക് റാവത്ത്. നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ്?
മേരി ക്യൂറി. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യക്കാരി. കൊനേരു ഹംപി. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആര്? സരോജിനി നായിഡു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. തിരുവനന്തപുരം. സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷം. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? കർണം മല്ലേശ്വരി. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? വാലന്റീന തെരഷ്കോവ. മികച്ച നടിക്കുള്ള ഉർവശി അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്ക്? നർഗീസ് ദത്ത്. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്ര? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നോബൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിത ആരായിരുന്നു? ബംഗാരി മാതായി. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ദേവിക റാണി. ഇന്ത്യയിൽ ഹൈക്കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിത ആര്? അന്ന ചാണ്ടി. സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങൾ. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു? സുചേത കൃപലാനി. ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി. അനുഷ അൻസാരി. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ഇന്ദിരാഗാന്ധി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ രൂപവത്കരണത്തിന് കാരണമായ നിയമം പാസാക്കിയ വർഷം. 1995 സെപ്റ്റംബർ 15. സാഹിത്യ നോബൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? സെൽമ ലാഗർലോഫ്, സ്വീഡൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? ഷാനോ ദേവി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ വനിത ആര്? അമൃത പ്രീതം. ഇന്ത്യയിലെ ആദ്യ വനിതാ മന്ത്രി ആരായിരുന്നു? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ലോകത്തിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആര്? മാർഗരറ്റ് താച്ചർ. ചൈനീസ് അംബാസിഡറായ ആദ്യത്തെ ഇന്ത്യക്കാരി. നിരുപമ റാവു. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെട്ടത് ആര്? ഇന്ദിരാഗാന്ധി. ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഭാനു അത്തയ്യ. സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരായിരുന്നു? ബർത്ത വോൺ സട്നർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏതാണ്? കുടുംബശ്രീ. ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? കെ ഉഷ.
ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ആശാ പൂർണദേവി. വിദേശ രാജ്യത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയ വനിത ആരായിരുന്നു? മാഡം ഭിക്കാജി കാമ. ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്രമന്ത്രിയായ വനിത ആര്? രാജകുമാരി അമൃത കൗർ. മിസ് വേൾഡ് കിരീടം അണിഞ്ഞ ആദ്യ ഇന്ത്യൻ വനിത ആര്? റീത്ത ഫാരിയ. നോബൽ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യൻ വനിത ആര്? മദർ തെരേസ. വനിതകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യ രാജ്യം ഏത്? ന്യൂസിലാൻഡ്. കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരായിരുന്നു? കെ.ആർ. ഗൗരിയമ്മ. രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? മദർ തെരേസ. ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ആര്? ദുർഗാഭായ് ദേശ്മുഖ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? സുശീല നെയ്യാർ. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആര്? ഫാത്തിമ ബീവി. ആദ്യത്തെ വനിതാ IAS ഓഫീസർ? അന്ന മൽഹോത്ര. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ആരാണ്? ബചേന്ദ്രി പാൽ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? പത്മ രാമചന്ദ്രൻ. സംസ്ഥാന ഗവർണറായ ആദ്യ മലയാളി വനിത ആരാണ്? ഫാത്തിമ ബീവി. UN പൊതുസഭയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ആരാണ്? ശകുന്തളാദേവി. വിശ്വസുന്ദരി പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? സുസ്മിത സെൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? മദർ തെരേസ. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? മരിയ എസ്റ്റെല്ല പെറോൺ, അർജന്റീന. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ടെസി തോമസ്. ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? സിരിമാവോ ഭണ്ഡാരനായികെ, ശ്രീലങ്ക. ഇന്ത്യയിലെ ആദ്യ വനിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? VS രമാദേവി. ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റ് ആരാണ്? പ്രേം മാത്തൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണ്? അന്ന ചാണ്ടി. ഏഷ്യാഡ് സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത? കമൽജിത്ത് സന്ധു.
ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ആര്? ബേനസീർ ഭൂട്ടോ, പാകിസ്ഥാൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? KO ഐഷഭായ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ്? ഓമനക്കുഞ്ഞമ്മ. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശ വനിത ആര്? ആനി ബസന്റ്. അന്തർദേശീയ വനിതാ ദിനം പൊതു അവധിയായി എത്ര രാജ്യങ്ങളിൽ ആചരിച്ചു വരുന്നു? 27 രാജ്യങ്ങളിൽ. ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര്? അരുന്ധതി റോയ്. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ വനിത? കർണം മല്ലേശ്വരി. ഇന്ത്യയുടെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? കൽപ്പന ചൗള. ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ വനിത ആര്? ലീല സേത്ത്. ലോക്സഭയിലെ ആദ്യ വനിതാ സ്പീക്കർ? മീര കുമാർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS? R ശ്രീലേഖ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ? ജ്യോതി വെങ്കിടാചലം. കേരളത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ ആയ ആദ്യ വനിത? ജാൻസി ജെയിംസ്, MG യൂണിവേഴ്സിറ്റി. നോബൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? മലാല യൂസഫ്സായ്. 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തീം എന്താണ്? ഉൾപ്പെടുത്തലിനെ പ്രോത്സാഹിപ്പിക്കുക. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഗ്ലോറിയ സ്റ്റീനം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നതാര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാൻ നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏത്? വേവൽ പ്ലാൻ 1945. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യമേത്? ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്ത്? മൗലികാവകാശങ്ങൾ. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏത്? ഗ്രീസ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ബ്രിട്ടൻ. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? സ്വിറ്റ്സർലാൻഡ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ഏത്? ബ്രിട്ടൻ.
ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം ഏത്? അമേരിക്ക. ദേശീയ ഭരണഘടനാ ദിനം ആയി ആചരിക്കുന്നതെന്നാണ്? നവംബർ 26. ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം എത്ര? 2 വർഷം 11 മാസം 18 ദിവസം. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന അനുച്ഛേദങ്ങൾ 395 അനുച്ഛേദം, 8 പട്ടിക, 22 ഭാഗം. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ട്? 448 അനുച്ഛേദം, 12 പട്ടിക, 25 ഭാഗം. 1950 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ചു കൊന്നതാര്? ഉത്തം സിംഗ്. റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകൾ ആണ് നൽകുന്നത്? 21 ഗൺ സല്യൂട്ടുകൾ. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ബ്രിട്ടൻ. ഭരണഘടന നിർമ്മാണ സഭയിൽ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു? 15 പേർ. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷി. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ്? മലേഷ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് ആര്? പ്രേം ബിഹാരി റൈസാൽ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജെയിംസ് മാഡിസൺ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത്? ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത്? ആമുഖം. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്ക. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആമുഖം.
ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ്? 1949 നവംബർ 26. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര്? ഡോക്ടർ പൽപു. 1950 ജനുവരി 25. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത്? രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജനക്ഷേമ രാഷ്ട്രം. ഇന്ത്യയുടെ ദേശീയ മുദ്ര? സിംഹമുദ്ര. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാഷ്ട്രപതി ഭവനിൽ നിന്നും. റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ്? വിജയ് ചൗക്ക്. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഭാരതരത്നം. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ്? രാഷ്ട്രപതി. റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ്? നന്ദലാൽ ബോസ്. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? അഹമ്മദ് സുകാർണോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത്? ഇന്ത്യൻ ഭരണഘടന. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടന. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ്? ജനുവരി 26. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28. ഇന്ത്യയിൽ ഏതു വർഷം മുതലാണ് ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിച്ചു തുടങ്ങിയത്? 1987 മുതൽ. ഇന്ത്യയിൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്തുകൊണ്ട്? CV രാമൻ്റെ രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട ദിനമാണ് ഫെബ്രുവരി 28. രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ഏത്?
1928 ഫെബ്രുവരി 28. ലോക ശാസ്ത്രദിനം എന്നാണ്? നവംബർ 10. സി.വി. രാമൻ്റെ കണ്ടെത്തൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? രാമൻ പ്രഭാവം. സി.വി. രാമൻ്റെ കണ്ടുപിടുത്തം എന്താണ് കൈകാര്യം ചെയ്യുന്നത്? പ്രകാശത്തിൻ്റെ വിസരണം. ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? സി.വി. രാമൻ. സി.വി. രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? 1930. സി.വി. രാമൻ്റെ മുഴുവൻ പേരെന്ത്? ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ. സി.വി. രാമൻ ജനിച്ചത് എവിടെയാണ്? തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്. സി.വി. രാമൻ ജനിച്ച വർഷം ഏത്? 1888 നവംബർ 7. സി.വി. രാമനെ നോബൽ സമ്മാനത്തിന് അർഹനാക്കിയ കണ്ടുപിടുത്തം ഏത്? രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്റ്റ്. ഏറ്റവും ഭാരം കൂടിയ മൂലകം ഏത്? സീസിയം. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത്? ഹൈഡ്രജൻ. ആകാശവും ആഴക്കടലും നീല നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം ഏത്? വിസരണം. ആദ്യമായി ഊർജതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആര്? സി.വി. രാമൻ. കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? സി.വി. രാമൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏത്? വർണ്ണാന്ധത. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത്? ട്രാൻസിസ്റ്റർ. ഫിസിക്സിൽ ആദ്യമായി നോബൽ പുരസ്കാരം നേടിയ ഏഷ്യക്കാരൻ ആര്? സി.വി. രാമൻ. സി.വി. രാമന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത്? 1954. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? സി.വി. രാമൻ. വൈദ്യുത സെൽ കണ്ടുപിടിച്ചത് ആര്? വോൾട്ട. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം? മെർക്കുറി. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏത്? അപ്സര. ശബ്ദത്തേക്കാൾ വേഗത കൂടിയ വിമാനം ഏത്? സൂപ്പർസോണിക് വിമാനം. ISRO സ്ഥാപിതമായ വർഷം ഏത്? 1969. സൂര്യാസ്തമയം കഴിഞ്ഞ് അല്പസമയത്തേക്ക് കൂടി സൂര്യനെ കാണുന്നതിന് പിന്നിലെ പ്രതിഭാസം എന്ത്?
അപവർത്തനം. സി വി രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂർ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏകകം ഏത്? ഡെസിബൽ. 2013 മുതൽ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി രാമൻ പ്രഭാവത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഇൻ്റർനാഷണൽ ഹിസ്റ്റോറിക് കെമിക്കൽ ലാൻഡ്മാർക്ക്. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സോണാർ. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഹോമി ജെ ഭാഭ. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിൻ്റെ ചുവപ്പ് നിറത്തിനു കാരണം? വിസരണം. രാമൻ പ്രഭാവം എന്തിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തമാണ്? പ്രകാശത്തിൻ്റെ വിസരണം. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ജെയിംസ് ചാഡ്വിക്. പ്രാഥമിക വർണ്ണങ്ങൾ കണ്ടെത്തിയത് ആര്? തോമസ് യങ്. ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏത്? വയലറ്റ്. ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? ചുവപ്പ്. ആരോടുള്ള ബഹുമാനാർത്ഥം ആണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത്? സി വി രാമൻ. സി വി രാമന് ഏത് വിഷയത്തിലാണ് നോബൽ പുരസ്കാരം ലഭിച്ചത്? ഭൗതികശാസ്ത്രം. ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച ഭൗതികശാസ്ത്രജ്ഞൻ ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏത്? ലിഥിയം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏത്? ഓസ്മിയം. ഊർജത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സ് ഏത്? സൂര്യൻ. രാമൻ ഇഫക്റ്റ് കണ്ടുപിടുത്തത്തിൽ സി വി രാമൻ്റെ മുഖ്യ സഹായിയായി പ്രവർത്തിച്ചതാര്? കെ എസ് കൃഷ്ണൻ. ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമേത്? രാമൻ പ്രഭാവം. സി വി രാമൻ അന്തരിച്ചത് എന്ന്? 1970 നവംബർ 21. സി വി രാമൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തതെവിടെ? രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. സ്വയം പ്രകാശിക്കുന്ന ഒരു ഷഡ്പദം ഏത്? മിന്നാമിനുങ്ങ്. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആര്?
തോമസ് ആൽവ എഡിസൺ. ആകാശത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി കാണുന്ന നക്ഷത്രം ഏത്? ധ്രുവനക്ഷത്രം. നട്ടെല്ലിൽ ഏറ്റവും കൂടുതൽ എല്ലുകൾ കാണപ്പെടുന്ന ജീവി ഏത്? പാമ്പ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം? സോഡിയം, പൊട്ടാസ്യം. സ്വർണം ലയിക്കുന്ന ലായനി ഏത്? അക്വാ റീജിയ. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡ്രൈ ഐസ്. അമോണിയ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി. എലിവിഷത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സിങ്ക് ഫോസ്ഫേറ്റ്. സസ്യകോശം കണ്ടുപിടിച്ചത് ആരാണ്? MJ ഷ്ലീഡൻ. കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? 44. രോഗികളുടെ ശരീര താപനില അളക്കുന്നതിന് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ക്ലിനിക്കൽ തെർമോമീറ്റർ. വൈറ്റ് പ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ക്ഷയം. ആസ്പിരിൻ്റെ രാസനാമം? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഏറ്റവും നീളം കൂടിയ പുല്ലുവർഗം ഏത്? മുള. ജിപ്സത്തിൻ്റെ രാസനാമം എന്ത്? കാൽസ്യം സൾഫേറ്റ്. കീമോതെറാപ്പിയുടെ ഉപജ്ഞാതാവ് ആര്? പോൾ എർലിക്. കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? അലൂമിനിയം. വൃക്കകളെക്കുറിച്ചുള്ള പഠനം? നെഫ്രോളജി. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന രക്താണുക്കൾ ഏത്? പ്ലേറ്റ്ലെറ്റുകൾ. മീനമായ എന്ന അസുഖം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറി. ഏത് രാജ്യക്കാരാണ് പൂജ്യം കണ്ടുപിടിച്ചത്? ഇന്ത്യക്കാർ. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ഏത്? ലാക്ടോബാസിലസ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്? മൈറ്റോകോൺട്രിയ. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം? പ്രകീർണനം. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന ഘടകം? അമിനോ ആസിഡുകൾ. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത്? ഹീമോഫീലിയ. മനുഷ്യരിലെ വാരിയെല്ലുകളുടെ എണ്ണം? മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ടാർട്ടാറിക് ആസിഡ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഏത്? ആംപിയർ. സോൾഡർ ഏത് ലോഹങ്ങളുടെ സങ്കരമാണ്?
ടിൻ, ലെഡ്. മനുഷ്യനിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? പാൻക്രിയാസ്. സിങ്കിനു പുറത്ത് ഇരുമ്പ് പ്ലേറ്റ് ചെയ്യുന്ന പ്രക്രിയ? ഗാൽവനൈസേഷൻ. എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം? ടൈറ്റാനിയം. ലെൻസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ഫ്ലിന്റ് ഗ്ലാസ്. ഡിഫ്തീരിയ രോഗം ഉണ്ടാക്കുന്നത്? ബാക്ടീരിയ. അന്തരീക്ഷമർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ആര്? ടോറിസെല്ലി. ചൂട് തട്ടിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി. ഓങ്കോജൻ എന്ന പദം ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ. ഏത് അവയവത്തിൻ്റെ പ്രവർത്തന വൈകല്യം മനസ്സിലാക്കാനാണ് EEG ഉപയോഗിക്കുന്നത്? തലച്ചോറിൻ്റെ. തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമേത്? സെറിബ്രം. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏത്? ജീവകം കെ. കലാമൈൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. LPGയിലെ പ്രധാന ഘടകം ഏത്? ബ്യൂട്ടേൻ. ലെൻസ് എന്ന പദമുണ്ടായത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? ലെൻറ്റിൻ. ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇയാൻ വെൽമൊട്ട്. അറിയപ്പെടുന്നതിൽ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത്? ഹൈഡ്രജൻ. ആദ്യത്തെ കൃത്രിമ നാര് ഏത്? നൈലോൺ. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? ഫാരഡെ. കൃത്രിമ പട്ട് കണ്ടുപിടിച്ചത് ആര്? ജോസഫ് W. സ്വാൻ. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏത്? സോഡിയം. ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൈഗ്രോമീറ്റർ. എല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഓസ്റ്റിയോളജി. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ബലം ഏത്? ന്യൂക്ലിയർ ഫോഴ്സ്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏത്? സെല്ലുലോസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് ഏത്? കോൺകേവ് ലെൻസ്. മണ്ണിരയുടെ ശ്വസനാവയവം ഏത്? ത്വക്ക്. ഏറ്റവും നല്ല വൈദ്യുത ചാലകം ഏത്? വെള്ളി. ഏറ്റവും സാന്ദ്രത കൂടിയ മൂലകം ഏത്? ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏത്? ലിഥിയം. ചിരിപ്പിക്കുന്ന വാതകത്തിൻ്റെ രാസനാമം എന്ത്? നൈട്രസ് ഓക്സൈഡ്. ഓസോൺ വാതകത്തിൻ്റെ നിറം എന്ത്? നീല. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ്
ഓൺകോളജി. ചെവിയിലുള്ള എല്ലുകളുടെ എണ്ണം എത്ര? 6. DDT കണ്ടുപിടിച്ചത് ആരാണ്? പാൾ മുള്ളർ. ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ ആര്? CV രാമൻ. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി. തീ കെടുത്താൻ സഹായിക്കുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ? കോട്ടയം. മലേറിയ പരത്തുന്ന ജീവി ഏത്? കൊതുക്. ആപ്പിളിലെ ആസിഡ്? മാലിക് ആസിഡ്. വൈദ്യുതിയുടെ ചാലകമായ അലോഹം ഏത്? ഗ്രാഫൈറ്റ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം? ടാനിക് ആസിഡ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്? അയൺ പൈറൈറ്റിസ്. കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഓക്സിജൻ. മംഗൾയാൻ ദൗത്യം ഏത് ഗ്രഹത്തെക്കുറിച്ച് അറിയാനാണ്? ചൊവ്വ. പിച്ചള ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നതാണ്? ചെമ്പ്, സിങ്ക്. പാലിന് വെളുപ്പ് നിറം നൽകുന്നത്? ലാക്ടോസ്. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഏത്? സൈറ്റോകൈനിൻ. കൂടുണ്ടാക്കി മുട്ടയിടുന്ന പാമ്പ് ഏത്? രാജവെമ്പാല. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിനു കാരണമായ പദാർത്ഥം ഏത്? ലൂസിഫറിൻ. എല്ലാ ആസിഡിലുമുള്ള ആറ്റം ഏത്? ഹൈഡ്രജൻ. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? ജൂലൈ 21. ജന്തുകോശം കണ്ടുപിടിച്ചത് ആര്? തിയോഡർ ഷ്വാൻ. ധവളപ്രകാശത്തിൽ എത്ര വർണ്ണങ്ങൾ ഉണ്ട്? 7 വർണ്ണങ്ങൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ത്വക്ക്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? സൂര്യൻ. ശബ്ദം ഉപയോഗിച്ച് ആന്തരികാവയവങ്ങളുടെ ചിത്രമെടുക്കുന്ന സംവിധാനം ഏത്? അൾട്രാസൗണ്ട് സ്കാനിംഗ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് ചാഡ്വിക്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? ലെപ്റ്റോസ്പൈറ. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം ഏത്? മീഥേൻ. ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏത്? ബ്യൂട്ടേൻ. വാഹനങ്ങളിൽ റിയർ വ്യൂ ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? കോൺവെക്സ് ദർപ്പണം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? സ്റ്റീൽ. ഏറ്റവും വലിയ ഫലം ഏത്?
കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. അന്തരീക്ഷത്തിൽ ഏറ്റവുമധികമുള്ള വാതകം ഏത്? നൈട്രജൻ. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആര്? കാൾ ലിനേയസ്. ഒരു ജീവിയുടെ അതേ ഗുണങ്ങളുള്ള ജീവികളെ സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ക്ലോണിംഗ്. ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ജലജീവി ഏത്? ഈൽ. മാർബിളിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? കാൽസ്യം കാർബണേറ്റ്. ബ്ലീച്ചിംഗ് പൗഡറിൽ അണുക്കളെ നശിപ്പിക്കുന്ന ഘടകം ഏത്? ക്ലോറിൻ. മുട്ടയുടെ പുറന്തോട് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? കാൽസ്യം കാർബണേറ്റ്. ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ടോറിസെല്ലി. വെടിമരുന്ന് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സോഡിയം നൈട്രേറ്റ്. ലെൻസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ഫ്ലിന്റ് ഗ്ലാസ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ്? പാസ്കൽ. വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. എല്ലിൽ അടങ്ങിയിട്ടുള്ള പ്രധാന മൂലകമാണ് കാൽസ്യം. പിത്തരസത്തിന് മഞ്ഞ നിറം നൽകുന്ന പദാർത്ഥം ഏത്? ബിലിറൂബിൻ. മനുഷ്യനിൽ ഭക്ഷ്യവിഷബാധക്ക് കാരണമായിത്തീരുന്ന ബാക്ടീരിയ ഏത്? സാൽമണല്ല. ഫോട്ടോഗ്രാഫിക് ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്. മനുഷ്യ ശരീരകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? 46. ആർത്രൈറ്റിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? സന്ധികളെ. പ്രകൃതിയിൽ നിന്നും ശുദ്ധരൂപത്തിൽ ലഭിക്കുന്ന ഒരു ലോഹം പ്ലാറ്റിനം. റഡാർ കണ്ടുപിടിച്ചതാര്? ആൽബർട്ട് ടെയ്ലർ. പയറുചെടിയുടെ വേരിലുള്ള നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏത്? റൈസോബിയം. പ്രകൃതിയിൽ ഏറ്റവും ശുദ്ധമായി കാണപ്പെടുന്ന ഐസോട്ടോപ്പ് ഏത്? കാർബൺ 12. അയോണിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? അറീനിയസ്. സ്നെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്നത് എന്ത്? അമോണിയം കാർബണേറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? അലൂമിനിയം. അമോണിയം ക്ലോറൈഡ് അറിയപ്പെടുന്നതെന്ത്? സാൽ അമോണിയാക്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത്? കോപ്പർ സൾഫേറ്റ്.
ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏത്? ഹൈഡ്രജൻ. ഫോസ്ഫറസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഞാൻ പ്രകാശം വഹിക്കുന്നു. എക്സിമ രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്ക്. ട്രാൻസിസ്റ്ററുകളിൽ സെമി കണ്ടക്ടറായി ഉപയോഗിക്കുന്ന മൂലകം ഏത്? സിലിക്കൺ. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം എന്ത്? സോഡിയം സിലിക്കേറ്റ്. സിറോസിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കരൾ. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്ത്? ഓം. പവറിൻ്റെ യൂണിറ്റ് എന്ത്? വാട്ട്. പാരമ്പര്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഗ്രിഗർ മെൻഡൽ. യന്ത്രങ്ങളുടെ പവർ അളക്കുവാനുള്ള യൂണിറ്റ് ഏത്? കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ. മനുഷ്യരിലെ ഏറ്റവും ഉയർന്ന ശ്രവണ പരിധി 20,000 ഹെർട്സ്. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി. മലേറിയ അണുക്കൾ കണ്ടുപിടിച്ചത് ആര്? റൊണാൾഡ് റോസ്. മയോപ്പിയ എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? കണ്ണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം എന്ത്? സോഡിയം സിലിക്കേറ്റ്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? വീനസ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? കാർബൺ 14. ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവി ഏത്? ജിറാഫ്. അണലിയുടെ വിഷം ബാധിക്കുന്നത് എന്തിനെയാണ്? രക്തപര്യന വ്യവസ്ഥയെ. മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ക്വാഷിയോർക്കർ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം അസ്ഥിക്കുണ്ടാവുന്ന ബലക്ഷയം. കണരോഗം. ചന്ദ്രനിലെ കല്ല് ഭൂമിയിൽ എത്തിച്ച ബഹിരാകാശ പേടകം ഏത്? ലൂണ 16. പാറ്റയുടെ വിസർജനാവയവം ഏത്? മാൽപീജിയൻ നളികകൾ. കിഡ്നി സ്റ്റോണിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന സംയുക്തം ഏത്? കാൽസ്യം ഓക്സലേറ്റ്. വൈറ്റ് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ട്യൂബർകുലോസിസ്. ആറ്റം ബോംബിൽ ഉപയോഗിക്കുന്ന യുറേനിയം ഐസോടോപ്പിൻ്റെ മാസ് നമ്പർ എത്ര? 235. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം ഏത്? 1969.
രക്തസമ്മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത്? സ്പിഗ്മോമാനോമീറ്റർ. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? O ഗ്രൂപ്പ്. ശരീരത്തിന് രോഗപ്രതിരോധശേഷി നൽകുന്ന പ്രതിദ്രവ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്താണു ഏത്? ശ്വേതരക്താണുക്കൾ. കണ്ണിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ജീവകം ഏത്? ജീവകം എ. പ്രത്യുൽപാദന കോശങ്ങളിൽ മാത്രം നടക്കുന്ന കോശവിഭജനം ഏത്? ഊനഭംഗം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? കൊഹിഷൻ. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് വാട്ട്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏത്? വൃക്ക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏത്? O പോസിറ്റീവ്. അത്യധികം താണ ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഫെറസ് സൾഫേറ്റ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരൾ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലം. പറക്കുന്ന സസ്തനി വവ്വാൽ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം നിക്കോട്ടിൻ. ഒരില മാത്രമുള്ള സസ്യം ചേന. ഒരു കുരുവിയുടെ പതനം. ഇത് ആരുടെ കൃതിയാണ്? ഡോക്ടർ സലീം അലി. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം കരൾ. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. മണ്ണിരയുടെ വിസർജനാവയവം ഏത്? നെഫ്രീഡിയ. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത്? ചെമ്പ്. മുന്നോട്ടും പിന്നോട്ടും പറക്കുന്ന പക്ഷി ഏത്? ഹമ്മിങ് ബേർഡ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏത്? ഹീമോഗ്ലോബിൻ. നിവർന്നു നടക്കാൻ കഴിവുള്ള പക്ഷി പെൻഗ്വിൻ. ലോക പരിസ്ഥിതി ദിനം എന്ന്? ജൂൺ 5. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഗോയിറ്റർ. ആനയുടെ ഹൃദയമിടിപ്പിൻ്റെ അളവെത്ര? മിനിറ്റിൽ 25. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഏത്? ആമ. ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. മലേറിയയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധമായ ക്വിനയിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം ഏത്? സിങ്കോണ. ലോക എയ്ഡ്സ് ദിനം എന്ന്? ഡിസംബർ 1. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ആൽബർട്ട് സാബിൻ.
ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ ഉൽപാദനം. വസ്ത്രങ്ങളിൽ കരിമ്പൻ കുത്തുന്നതിന് കാരണം? ഫംഗസ്. വാട്ടർ ഗ്യാസ് ഏത് വാതകങ്ങളുടെ മിശ്രിതമാണ്? കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ ഡി. ചുവന്ന വിയർപ്പു കണങ്ങൾ ഉണ്ടാകുന്ന ജീവി? ഹിപ്പോപ്പൊട്ടാമസ്. സ്ത്രീ ഹോർമോണിൻ്റെ പേര്? ഈസ്ട്രജൻ. ശരീരകലകളെക്കുറിച്ചുള്ള പഠനം? ഹിസ്റ്റോളജി. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? അസറ്റിക് ആസിഡ്. മനുഷ്യനിൽ ആദ്യമായി വെച്ചുപിടിപ്പിച്ച കൃത്രിമ ഹൃദയത്തിൻ്റെ പേരെന്ത്? ജാർവിക് 7. വിറ്റാമിൻ B12 ഉള്ള ലോഹം ഏത്? കോബാൾട്ട്. വിറ്റാമിൻ എയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുന്ന സസ്യവർണ്ണകം ഏത്? കരോട്ടിൻ. പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ഏത്? ലാക്ടോമീറ്റർ. മാവിൻ്റെ ശാസ്ത്രീയ നാമം എന്ത്? മാഞ്ചിഫറ ഇൻഡിക്ക. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സുശ്രുതൻ. മുട്ടയിടുന്ന സസ്തനി ഏത്? പ്ലാറ്റിപ്പസ്. ഏറ്റവും വലിയ നാഡി? വാഗസ് നാഡി. മനുഷ്യനിൽ എത്ര ശിരോനാഡികൾ ഉണ്ട്? 12 ജോഡി. ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം? ഹെർപ്പറ്റോളജി. ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് ആര്? കാൾ ഷീലെ. അറബികൾ ഇന്ത്യയിൽ ആദ്യമായി പ്രചരിപ്പിച്ച വൈദ്യസമ്പ്രദായം ഏത്? യൂനാനി. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? റെനെ ലെനക്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ലാക്റ്റിക് ആസിഡ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? കാൽസ്യം. ക്ലോറിൻ വാതകത്തിൻ്റെ നിറം എന്ത്? പച്ച കലർന്ന മഞ്ഞ. ഖനജലം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഡ്യൂട്ടീരിയം. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം? വജ്രം. ഏഷ്യയിൽ ആദ്യത്തെ അണുറിയാക്ടർ ഇന്ത്യയിലാണ്. എന്താണ് അതിൻ്റെ പേര്? അപ്സര. ഒരാറ്റത്തിലെ ചലനാത്മക കണം ഏത്? ഇലക്ട്രോൺ. ചാർജ് വഹിക്കാത്ത റേഡിയോ ആക്റ്റീവ് വികിരണം ഏത്? ഗാമാ കിരണങ്ങൾ. അന്തർദേശീയ മോൾ ദിനം എന്നാണ്? ഒക്ടോബർ 23. സോളാർ സെല്ലുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അർദ്ധചാലക മൂലകം ഏത്? സിലിക്കൺ. മനുഷ്യനിലെ രക്തഗ്രൂപ്പുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച ശാസ്ത്രജ്ഞൻ ആര്? കാൾ ലാൻഡ് സ്റ്റെയ്നർ.
പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കിരണങ്ങൾ. ടാക്കിയോൺ. ഏറ്റവും സാന്ദ്രത കൂടിയ ദ്രാവകം. മെർക്കുറി. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. തുടയെല്ല്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. സ്റ്റേപ്പിസ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഹൈഡ്രജൻ. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. സിലിക്കൺ. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. നൈട്രജൻ. ജീവകം സിയുടെ രാസനാമം. അസ്കോർബിക് ആസിഡ്. ജലത്തിൻ്റെ pH മൂല്യം. 7. സൗരയൂഥത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം. വ്യാഴം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം. മഗ്നീഷ്യം. അൾഷിമേഴ്സ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? തലച്ചോർ. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ്. എന്താണ് വൈറ്റ് ഡെത്ത്? ക്ഷയം. തിമിംഗലത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധവസ്തു. അംബർഗ്രീസ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം. പ്ലാറ്റിനം. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ 12. ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്ററാണ്? 1852 മീറ്റർ. ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയ ആദ്യ വിള ഏത്? പരുത്തി. ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന CFC പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം? ഫിൻലാൻഡ്. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1972. കേരളത്തിൻ്റെ ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ പേര് ഒരു അപൂർവ വൃക്ഷത്തിൻ്റെ പേരാണ്. ഏത്? ചെന്തുരുണി. ഓറിയോസ്കോപ്പ് ഏത് അവയവത്തിൻ്റെ തകരാറ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്? ചെവി. എല്ലാവരുടെയും പ്രയോജനത്തിനു വേണ്ടി. ഇത് ഏത് ബഹിരാകാശ ഗവേഷണ ഏജൻസിയുടെ മുദ്രാവാക്യമാണ്? നാസ. വീഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? എലിപ്പനി. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ടാനിക് ആസിഡ്.